വിക്രമൻ പറഞ്ഞ പേരട ഇത് തന്നെടാ. അങ്ങേര് പറഞ്ഞു നോക്കിയാൽ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇത് നിനക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പണി ചെയ്യുമ്പോഴത്തേനും ഞാൻ പഞ്ചായത്തിൽ പോയി. ഇവ ഇതെവിടെ? ചായക്കടവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇവ ഇതെങ്ങോട്ട് പോയി? നീ അവിടെ കുനിഞ്ഞ് എന്തോ ഇന്ന് ഇങ്ങോട്ട് കയറി വാടാ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. ഒരടിച്ചു നിൽക്കുന്ന വാഴയുടെ കൈയല്ല വെട്ടത്, കടയാണ്. നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? അല്ല, ആ പാട്ടിന്റെ വൈബിലും കൂടെ കയറുമെന്ന് അറിയാണ്ട് പറ്റിപ്പോയതാ. ഈ ഉടമസ്ഥൻ വന്നാലേ നിന്റെ വൈബ് അങ്ങ് മാറും. ഈ വാഴയാണോ ഇങ്ങോട്ട് പറ്റുന്നത്? ഒരു വാഴ അല്ലേ, അത് പോട്ട്. വാഴയെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. ഈ വാഴ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാ ഗുണമുണ്ട്? എടാ, വാഴക്കൊമ്പ് തോരൻ വെച്ച് തിന്നാം, വാഴപ്പഴം നമുക്ക് തിന്നാം, വാഴത്തൊലി പശുവിന് കൊടുക്കാം, വാഴപ്പിണ്ടി അത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ആരോഗ്യത്തിന് ഉത്തമമാണ്. പിന്നെ വാഴയില, ഇലയപ്പം ഉണ്ടാക്കാം, സദ്യ കഴിക്കാം. അങ്ങനെ സമ്പൂർണ്ണ ഉപയോഗമുള്ള വസ്തുവാണ് ഈ വാഴ എന്ന് പറയുന്നത്. എന്തൊക്കെ ഗുണമായിട്ടായിട്ട് എന്നാളിയാ കാര്യം? ഒരു പണിയും ചെയ്യാത്ത ആൾക്കാർ എന്നാ പറയണേ, ദേ പോടു വാഴ പോടുന്നു, തീർന്നില്ലേ? കൃഷ്ണ, വിക്രമൻ പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്ക് ചെയ്യാനുള്ള പണിയൊന്നും ഇവിടെ ഇല്ല. നിനക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. നീ ആ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഞാൻ പഞ്ചായത്തിൽ പോയി എന്റെ മുടങ്ങി കിടക്കുന്ന പെൻഷന്റെ കാര്യം ശരിയാക്കിട്ട് വരാം. അല്ലേ, പെൻഷന് പോകണമെന്നുള്ള മസ്റ്റാണോ? നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞു നീ കൂടെ എന്റെ പഞ്ചായത്തിൽ വാ, അവിടെ പെൻഷൻ എഴുതി കൊടുക്കാം. നിനക്കും പെൻഷൻ കിട്ടത്തില്ലായിരുന്നാ? അളിയാ, ഓൾറെഡി എനിക്ക് പെൻഷൻ കിട്ടണ്ടല്ലോ. നിനക്ക് എന്തോന്ന് പെൻഷൻ കിട്ടുന്നത്? വിധവാ പെൻഷൻ. നിനക്ക് എങ്ങനെയാ വിധവാ പെൻഷൻ കിട്ടുന്നത്? മറ്റേ മുത്തുമാലയുടെ പെൻഷൻ. ദൈവമേ, മുത്തുമാലയ്ക്കും വളയ്ക്കും കമ്മലിനൊക്കെ പെൻഷൻ കൊടുത്തു തുടങ്ങിയ എന്റെ അളിയ അതല്ല, മറ്റാ മുത്തൂലേ, ആ മരിച്ചുപോയെ. എന്റെ പെണ്ണുമ്പിള്ള മാലയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അവളെ മാലയ്ക്ക് പെൻഷൻ കിട്ടുന്നത് നിനക്കെങ്ങനെ ഉപയോഗം ചെയ്യും? 4-5 മാസമായിട്ട് ഞാനിപ്പോ അവക്കടെ കൂടെ അല്ല അളിയ താമസം. കഞ്ഞി കുടിക്കണേ. അതാണ് നിന്നെ പലപ്പോഴും കാണാത്തതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ സംസാരിക്കാതെ വാടകയ്ക്ക് തടവിട്. ഓക്കെ അളിയോ. നോക്കിയാ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടോ? നോക്കിയേ. എന്തുവാടാ നീ വാഴയുടെ പടം എടുക്കാൻ പറഞ്ഞു? വാഴയുടെ പടം എടുക്കാനല്ല പറഞ്ഞത്, വാഴയുടെ തടം എടുക്കാനാ ഞാൻ പറഞ്ഞത്. തന്നെ. എടാ കൃഷ്ണ, എന്തോ എനിക്കൊരു സംശയം. ഇത് എത്ര സെന്റ് വസ്തു വരൂടാ? ഇത് സെന്റ് ഒന്നുമില്ല അളിയാ, ഒരു 2-2.5 ഏക്കർ വരും മൊത്തം. ഇതിന്റെ കരോ കടച്ചാണോ? ഓ, ഇതിന്റെ കരോ കടച്ചു തന്നെ. ഓക്കോരൊക്കെ ചെയ്തല്ലേ? ഒക്കെ ചെയ്താനേ. അതായത് കൊള്ളാം. അളിയാ, ഞാൻ പോരാ. നീ എവിടെ പോണു? ഞാൻ വില്ലേജ് ഓഫീസ് വരെ പോയി ചേരാം. എന്തിന്? ഞാൻ അവിടെ പോയിട്ട് കരം തീർത്ത രസീത്, പോക്കുരു ചെയ്തതിന്റെ കടലാസ് എല്ലാം കൊണ്ടു സാറിനെ ഏൽപ്പിക്കാം. എന്നാലാണല്ലോ സാറ് പണിയോളൂ. പുല്ലും പോച്ചാൻ പഠിക്കണവന്റെ അവന്റെ പടുതി കണ്ടെങ്കിൽ തകർത്തിയിട്ടാണെന്ന് വിചാരം. ഞാൻ പറഞ്ഞോ, നീ ആ വാഴ കൈയൊക്കെ പറ്റ്. ഓ അല്ല പിന്നെ തണുപ്പുള്ള രാത്രി. അതെ, നിങ്ങൾ ആ വിക്രമൻ പറഞ്ഞിട്ട പണിക്കാരല്ലേ? അതെ, ഞങ്ങൾ വിക്രമൻ. എവിടെയോ കണ്ട് നല്ല പരിചയം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? പത്മവിലാസം ഹൈസ്കൂൾ വെൺകുളം. അതെ. 8B. അതെ. എന്റെ നാവിന്റെ തുമ്പിൽ ഇങ്ങനെ ഹരിഹരനല്ലേടാ നീ? അതെ. ആ എവനെ കണ്ടപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എവ അന്നും ഇത്രയേ ഉള്ളൂ, ഇപ്പോഴും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മീശ വന്നേ ഉള്ളൂ. എടാ കൃഷ്ണൻകുട്ടി, എന്നെ മനസ്സിലായോടാ? മനസ്സിലായ പേരങ്ങോട്ട്. ഞാൻ ആരാന്ന് പറ. ആരാ? അതെ. കൃഷ്ണൻകുട്ടി, നിനക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? സാറേ, എനിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആവണം. ഹരിഹര, നിനക്ക് വലുതാകുമ്പോൾ ആരാകണം? സാറേ, എനിക്ക് വലുതാകുമ്പോൾ കളക്ടർ ആവണം. ഇന്ദിര പറയൂ, ഇന്ദിരയ്ക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് വലുതാകുമ്പോൾ ടീച്ചറിനെ പോലെ ടീച്ചർ ആവണം. അയ്യോ എന്റെ ദൈവമേ, ചിരിക്കുന്നത് അതല്ല, ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഭാഗ്യം വേറെ ആർക്കും കിട്ടിയില്ലല്ലേ. ഭാഗ്യക്കുറി അടിച്ച അതല്ലടാ, ഒരു ഡോക്ടറും കളക്ടറും കൂടെ എന്റെ പെരേരത്തിലെ പോച്ച വൃത്തിയാക്കാമെന്നല്ലേ. ഞങ്ങളിപ്പോ കൂലിപ്പണിക്കാരായി പോയി. ഇന്നിനിപ്പോ എന്ത് ചെയ്യുന്നു? എടാ, ഞാൻ എച്ചമ്മാടാ. ഞങ്ങളൊക്കെ വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഹൗസ് മെയ്ഡ്, വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് അല്ലടാ, ഹൗസ് വൈഫ്. ഇത് രണ്ടുമല്ല, നമ്മൾ പഠിച്ച സ്കൂളിന്റെ ഇപ്പോഴത്തെ ഹെഡ് മിസ്സസ് ആണ് ഞാൻ. ഹെഡ് മിസ്സസ്? അയ്യോ, ഇതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാ? ആ, കല്യാണമൊക്കെ കഴിക്കടാ. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഹീസ് നോ മോർ. അയ്യോ, വിദേശത്താണ്. എടാ അതല്ല, പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയടാ. എന്റെ ഭാര്യ അതെ, പാവം ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി.
ഹീസ് ഹോർമോൺ. എന്തോന്ന്? ഹീസ് ഹോർമോൺ. ഹോർമോൺ അല്ല, നോ മോർ. വൺസ് മോർ. എന്തിന്? അവള് പറഞ്ഞ് ശരിക്കും കേട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ നോ മോർ. നിങ്ങൾ എന്തുവാണ് അവിടെ കിടന്ന് കുശൂസിക്കുന്നേ? നോ മോർ. അതെ, മക്കളൊന്നുമില്ലേ? ഒരു മോനുണ്ട്, എത്യോപ്യയിലാ. ആ, ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഇതാണ് കുഴപ്പം. എനിക്കും ഉണ്ടൊരു മോൻ, ഇവൻ ഈ ഒരു കുഴപ്പമുണ്ട്. ശരി, പെഴയെന്ന് പറയാൻ മഹാപ്പിഴ. അതേനെ, പോലീസുകാർ പിടിച്ച് കൂമ്പിന് നല്ല കുത്തവിടെ കൊടുത്തപ്പോ അതങ്ങോട്ട് മാറി. എന്തിന്? നിങ്ങളുടെ മോന്റെ കൂട്ടത് ഇവന്റെ മോനും ഉണ്ട്, ഈ എത്തി നോക്കല്. അയ്യോ എടാ, അതല്ല. എന്റെ മോനങ്ങ് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്താ. ഇന്നലെ ഇവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കാ. പക്ഷെ മോൻ നിർബന്ധിക്കുന്നുണ്ട്, അമ്മയുടെ പ്രായമൊന്നും നോക്കണ്ട, ഇതിന്റെ ഒരു കൂട്ട് വേണ്ടേന്ന്. ഞാനും അതെ, എന്നെ എപ്പോഴും നിർബന്ധിക്കും, ഒരു കൂട്ട് വേണം, കൂട്ട് വേണമെന്ന്. നിനക്ക് കൂട്ടല്ല വേണ്ടത്, പിന്നെ? നിന്നെ കൂട്ടിനകത്തിട്ട് പൂട്ടുക വേണ്ടത്. എടാ